ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നാളെ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ആണ്. നമ്മുടെ അടുത്തുള്ള പാർക്കായ ഫ്ലോറയിലാണ് കേട്ടോ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നാളത്തെ പെയിൻറ്റിങ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. രാവിലെ പോവും, ഉപ്പാടെ കൂടെ പോവും. പിന്നെ ടൈം ആകുമ്പോഴാണ് നമ്മൾ അവർക്ക് പോണത്, പെയിൻറ്റ് ചെയ്യുന്നവർക്ക് പോണത്. ഞാൻ അത്ര വലിയ പെയിൻറ്ററൊന്നും ഇല്ലെങ്കിലും കിട്ടിയ ചാൻസ് നമ്മൾ മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അതിനൊരു ഡ്രസ്സൊക്കെ ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ടീഷർട്ടാണ്, പിന്നെ ഈ പാൻറ്റ്. ഇതാണ് നമ്മളുടെ ഡ്രസ്സ്. നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഇതൊക്കെ ബ്രഷുകളൊക്കെ നോക്കിയെടുക്കാം. ഈ ബ്രഷും ഇത്രയൊക്കെ ബ്രഷ്. ഞാൻ പൊതുവെ എല്ലാവരും പെയിൻറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല, ചെറുതായിട്ടൊക്കെ പെയിൻറ്റ് ചെയ്യുള്ളൂ. വലുതായിട്ട് കിട്ടുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വെറുതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇതും പെയിൻറ്റും ഒക്കെ എടുത്ത് വെക്കാം. ബ്രഷും പെയിൻറ്റ് കുറച്ച് പെയിൻറ്റ് ഉള്ളൂ കേട്ടോ, അധികമൊന്നും പെയിൻറ്റ് എത്തില്ല. ഈ 6 സെറ്റാണ്. പിന്നെ ഞാൻ എടുത്ത് വെക്കാനുള്ളത് ഇത് നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാനുള്ള ബോർഡും. കേക്കിൻ്റെ ബോർഡാണെങ്കിൽ കേക്കിൽ 2 ബോർഡുണ്ട്. കുറച്ച് സൈസ് ഓവറാണ്, അത് മതി. നമുക്ക് വേണ്ടത് എന്താ വേണ്ട, ഇതിനുള്ളിൽ ടർക്കി കേട്ടോ. ഈ ടർക്കി നമ്മളിങ്ങനെ പെയിൻറ്റ് ബ്രഷ് ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ അടുത്ത കളർ കൊടുക്കാൻ ആ പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്യില്ലേ, ഇത് ഒന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടർക്കി കൊണ്ടുപോകുന്നത്. ഈ ബോക്സ് നമുക്ക് വെള്ളം കലക്കാനുള്ള ബോക്സ്. ഇനിയിപ്പോൾ എന്താ ഉള്ളത്, നമുക്ക് നാളെ പോകുമ്പോൾ ഇടാനുള്ള വാച്ച്, പിന്നെ ക്രാബ്, അതൊക്കെ നമുക്ക് ഞാൻ റെഡിയാക്കി വെക്കാം. അത്രയൊക്കെ തന്നെ ഇടുക. എന്തെങ്കിലും മറന്നോ എന്തോ. അപ്പോൾ കോമ്പറ്റീഷനിൽ കാണാൻ. പൂപ്പാക്ക് വർക്ക് ദൂരം ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തറവാട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുറൂഖിനെ കണ്ടു. പിന്നെ നമ്മൾ കുട്ടീസ് അങ്കലവാടി പോവായിരുന്നു കേട്ടോ. ഇത്രയും അങ്കലവാടിക്ക് വിട്ട് ഞാനും ഉമ്മയും മാത്രമാണ് പോണത്. പെയിൻറ്റിങ് കോമ്പറ്റീഷനൊക്കെ ആയതുകൊണ്ട് നല്ല ടെൻഷനുണ്ട്. ഞങ്ങളവിടുന്ന് വേറെ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വലിയൊരു കോമ്പറ്റീഷനൊക്കെ പോണത്. മദ്രസയിലൊക്കെ ഇങ്ങനെ ചെറിയ ഇതിനൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര വലിയ പെയിൻറ്റിങ്ങൊന്നും അറിയില്ല. ഞങ്ങളാ പാർക്കിൻ്റെ കോമ്പൗണ്ട് കയറി ഞങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവരൊക്കെ വലിയ ബോർഡൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വലിയ പെയിൻറ്റിങ് പാലറ്റ് പോലെ ഉണ്ടാവില്ലേ, അതാ വിചാരിച്ച്. പക്ഷെ അതല്ലായിരുന്നു. അവരൊക്കെ ഭയങ്കര പ്രോ ആർട്ടിസ്റ്റുകളായിരുന്നു. അതുകൊണ്ട് അവരിങ്ങനെ പെയിൻറ്റ് ചെയ്യാനുള്ള ആ ബോർഡ് ഉണ്ടാവില്ലേ, അതായിരുന്നു അവരുടെ അടുത്ത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഉമ്മയോട് പറഞ്ഞു, നമുക്ക് തിരിച്ചാ ഓട്ടോയിൽ തന്നെ അങ്ങോട്ട് പോയാലോ. ഒന്നും കിട്ടുന്ന എനിക്ക് ഒരു പ്രതീക്ഷ അവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് പോകുമ്പോൾ ഇങ്ങനെ പ്രോത്സാഹന സമ്മാനങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അതും കിട്ടില്ല. ഞങ്ങളാ പരിപാടി നടക്കണ ഹോളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടൊക്കെയായിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടുത്തെ പെയിൻറ്റിങ്ങുകളാണത്, അതിലിങ്ങനെ വെച്ചിട്ടാണ് കാണിക്കുന്നത്. എൻ്റെ മുഖം കണ്ടാലറിയാം എൻ്റെ ടെൻഷൻ വേണമെന്ന് കേട്ടോ. ഞങ്ങൾ ഈ കോമ്പറ്റീഷൻ അറിയിച്ചത് ഉമ്മാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും പിന്നെ ഞങ്ങൾ നെയ്ബറും ആയിട്ടുള്ള ഷഹനദാത്തയാണ്. അവർ പറഞ്ഞു ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പാർക്കെങ്കിലും കണ്ടു പോയിക്കൂടെ എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. എങ്ങനെ രണ്ടും കൂടി വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഭയങ്കര ആർട്ടിസ്റ്റ്. അവരൊക്കെ വരങ്ങനെ കാണണം, എന്തൊരു അടിപൊളിയാണെന്നറിയോ. ഇതിലൊന്നും ഞാനൊന്നുമല്ല. ഈ പെയിൻറ്റിങ്ങിൽ ഫസ്റ്റ് കിട്ടിയൊരു ബോയ്ക്കായിരുന്നു കേട്ടോ. അവന് ഓൾ കേരള ലെവലിൽ പെയിൻറ്റിങ് കോമ്പറ്റീഷനിൽ സെക്കൻഡ് കിട്ടിയ മഹത് ആർട്ടിസ്റ്റായിരുന്നു ഗൈസ്. പിന്നെ നിങ്ങളടുത്ത് എൻട്രൂഞ്ഞാൽ കയറി. ഏതായാലും പെയിൻറ്റിങ് കൊളായി. നമുക്ക് പാർക്കൊക്കെ നന്നായിട്ട് കണ്ട് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ഊമയായിരുന്നു കേട്ടോ, കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തീവണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ, റൗണ്ടിൽ പോകണേ, അതിലും കയറി. പക്ഷേ ഈ കയറിയതൊക്കെ ഊമയാണ്. ഞാൻ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഊമെടുത്ത വീഡിയോസ് ആയിരുന്നു. പിന്നെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പോയി. ഇത് ഇവിടുത്തെ ഒരു വലിയ മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ തലയിൽ കയറിയിരുന്നാൽ നമുക്ക് പാർക്ക് ഫുള്ള് കാണാം.
നമ്മൾ അങ്ങനെ പാർക്ക് ഫുൾ കണ്ടു. താഴോട്ടിറങ്ങി. ഇപ്പോഴാണ് ഞങ്ങൾ എന്തിനാല് കയറുന്നത്. ഉമ്മാക്കാണെങ്കിലോ ഫുൾ പേടിയായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ പറക്കാൻ പോവുകയാണ്. വേറെ റൈഡ്, ഈ റൈഡ് കയറണമെന്ന് വിചാരിച്ചു, പക്ഷെ പേടിയില്ലാത്തത് കൊണ്ട് ഞാനതിൽ കയറി. എക്സ്പോലെന്നുള്ള പോലെ അത്ര സ്പീഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കത്ര പേടിയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഗൈസ്, ഇനി നമ്മൾ അക്വേറിയത്തിലേക്കാണ് പ്രവേശനം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അക്വേറിയൊക്കെ കാണാൻ പോയിട്ട് കുറേ ഫിഷുകൾ, വെറൈറ്റി ഫിഷുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ ഒരു കേവ് പോലെ ആയിരുന്നു. അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഉമ്മക്കാണെങ്കിൽ ഇങ്ങനെ അടച്ചിട്ട് മുറി, ഇങ്ങനെ ഗുഹ പോലുള്ള സ്ഥലങ്ങളൊന്നും പറ്റൂല. അപ്പോൾ ഉമ്മക്ക് ശ്വാസം മുട്ടണ പോലെ ഒരുത്തൊരു ഫീലാണ്. അതുകൊണ്ട് ഈ പോയിട്ട് വാ, ഞാൻ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ പുറത്തേക്ക് പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കല്ലേ പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ഉമ്മ തിരിച്ച് വന്നു. അവിടെ കുറേ ഫിഷുകളുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കണ്ട് ഇങ്ങനെ വന്നു. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ടോ. കറണ്ട് പോയപ്പോഴാണ് ഉമ്മക്ക് അധികം പേടിയായത്. കറണ്ട് പോയാൽ ഫുൾ ഇരുട്ടാണ് അതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ ഫിഷുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. വെറൈറ്റി ഫിഷുകൾ. ഞാൻ പണ്ട് മലമ്പുഴ എങ്ങാണ്ട് പോയപ്പോൾ ആണ് ഇങ്ങനെ ഫിഷുകൾ, പാമ്പുകൾ അങ്ങനെ കാണൂലേ കണ്ടിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട്. കറണ്ട് പോയപ്പോ ഉമ്മക്ക് പേടിയാണ് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയില്ലേ. പിന്നെ ഞങ്ങൾ വലിയൊരു ഫിഷിനെ കണ്ടു. മനുകുട്ടിൻ്റെ ഒക്കെ വലിപ്പമുള്ളൊരു ഫിഷ്. അതെന്താണെന്നോ വളഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. ആ വെള്ളം അങ്ങോട്ട് കലങ്ങിയതുകൊണ്ടാണ് വല്ല ക്ലിയർ ഇല്ലാത്തത്. കണ്ടോ, വളഞ്ഞാണ് നിൽക്കുന്നത്. അതിൻ്റെ ചെറിയ സാധനം ഉണ്ടായിരുന്നു, അത് നല്ല പോലെ തന്നെ നിൽക്കുന്നത്. ഭയങ്കര വേദന കണ്ടോ, ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്തൊക്കെ അക്വേറിയത്തിലിട്ട് വെച്ചിരിക്കുന്നവർ. അക്വേറിയത്തിനൊക്കെ ശേഷം, അക്വേറിയം കാണൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഈ തീവണ്ടി കയറി. ഇങ്ങനെ റൗണ്ട് പോണ തീവണ്ടി. ഉമ്മ കയറിയിട്ടുണ്ടായിരുന്നു, ഞാൻ മാത്രമായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ തിയേറ്ററിൽ പോയി. തിയേറ്റർ ഒരു അടച്ചിട്ട റൂമിൽ അവിടെ കയറിയപ്പോൾ ഉമ്മക്ക് പേടി. അത് ഉമ്മക്ക് പേടിയായിരുന്നു. ഉമ്മ ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിലെന്നൊക്കെ പറഞ്ഞ് ബാക്ക് സീറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ക്ലാസ്സൊക്കെ വെച്ചാൽ അതായിരുന്നു കേട്ടോ. ഊമ ചെയറിളകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഊമാൻ്റെ ഇത് പോയി. ഊമ കണ്ണടച്ചിട്ടാണ് ഫുൾ വീഡിയോ കണ്ടു തീർത്തത്. കണ്ണടച്ചിട്ട് എങ്ങനെ കാണാം? ഗ്ലാസ് വെച്ചിട്ട് കണ്ണടച്ചുകൊണ്ടിരുന്നു. അതെന്നോട് പറഞ്ഞു. അത് കാണാൻ പേടിയായിട്ട് ആ റൂം അടച്ചിട്ട് ഊമക്ക് അതിലേറെ. പിന്നെ ഈ പാമ്പിൻ്റെ സീനത്ത് ഇപ്പോൾ കാലിൻ്റെ അടി കൂടെ എന്തോ പഠിച്ചിട്ട് അതൊക്കെ തോന്നിയതാണോന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൊറർ ഹൗസിൽ കയറി. ഇതൊക്കെ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ട് എന്തൊക്കെയാണ്. ഇതിൽ ഊമ കയറിയിട്ടില്ല കേട്ടോ. ഊമക്ക് ഇതിലും വരും പേടിയായിരുന്നു. ഊമ പുറത്തുനിന്ന് ഞാൻ വരുള്ളൂ. ഇത് ഭയങ്കര ഇരുട്ടായതുകൊണ്ട് ഇവർ ഈ പ്രായത്തിന് അവിടെ കാണിക്കുമ്പോൾ മാത്രമേ ലേറ്റ് കാണിക്കുള്ളൂ, ബാക്കിയൊക്കെ ഇരുട്ടാണ്. അതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഞാൻ ആകെ 5-6 പേരെ അതിൽ കയറ്റുക. എന്നിട്ട് അവർ പോയതിന് ശേഷമാണ് അടുത്തുള്ള കയറ്റുക. അപ്പോൾ ഞാൻ അതിൽ ബാക്കിലിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി. അതിൽ നിൽക്കുണ്ടായ പേടി. പിന്നെ ഞാൻ കാറ് റൈഡ് ചെയ്തു. അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ട റൈഡായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു.
ഇതിൽ കയറാൻ ഞാൻ ഉമ്മയോട് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു ഈ കയറിക്കോ, ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് നെറ്റൊക്കെ കയറ്റു. ഞാൻ അവിടെ ഭയങ്കര റൈഡിങ്ങിലായിരുന്നു. 1 മിനിറ്റോ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ സമയം, അത് റൈഡ് ചെയ്യാനുള്ള ടൈം. എന്തായാലും ഉള്ള സമയത്ത് നമ്മൾ കയറി. ഇന്ന് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്തായാലും പെയിൻറ്റിങ്ങിനൊന്നും കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ 2 ടിക്കറ്റാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 2 ടിക്കറ്റ് വെച്ചിട്ട് എനിക്കും അനൂസിനും അടുത്ത പ്രാവശ്യം ഒന്നും കൂടി പോകണം. അവൾ കണ്ടിട്ടില്ലല്ലോ, ഞാനും ഉമ്മയും കൂടി അല്ലേ പോയത്. അതാണിപ്പോൾ പോയതിനുണ്ടായ ലാഭം. പിന്നെ പാർക്ക് ഞങ്ങൾ കാണുകയും ചെയ്തു. 2 ടിക്കറ്റ് കിട്ടി, നന്നായി. അല്ലെങ്കിൽ അനൂസ് ദേഷ്യപ്പെട്ടേനെ. നമ്മൾ പൊട്ടിപ്പാളീസായിക്കൊണ്ട് ഫ്ലോറ വിടുകയാണ്. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് 2 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നും നമുക്കില്ല ഗൈസ്. പാർക്ക് കാണാൻ മാത്രമാണ് പറ്റിയത്. പാർക്ക് ഞങ്ങൾ എടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനോഗ്രേഷൻ എന്തോ ആണ് വന്നത്. പാർക്കിനോട് നമ്മൾ വിട പറഞ്ഞ്